ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മട്ടേരി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആയിട്ടാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ ഇതുപോലെ 250 ml കപ്പിൽ 1 കപ്പ് മട്ടേരി എടുത്തിട്ടുണ്ട്. ഈ അരി ഞാൻ തലേ ദിവസം രാത്രിയിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നതാണ്. 250 ml കപ്പിൽ 1 കപ്പ് മട്ടേരിയാണ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളമെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളമെല്ലാം നന്നായിട്ട് പോയി കിട്ടും. ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്. ഇപ്പോൾ ഈ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെയൊക്കെ പൊടി പോലെ തരിയോട് കൂടിയിട്ടുള്ള ഒരു പൊടിയാണ് നമുക്ക് കിട്ടുക. മിക്സിയുടെ ചെറിയ ജാറിൽ 2 തവണയായിട്ടാണ് ഈ അരി പൊടിച്ചെടുത്തത്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ് അരിപ്പൊടിയാണ് നമുക്ക് കിട്ടുക. നമ്മൾ 1 കപ്പ് അരിപ്പൊടിയാണ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പൊടിച്ചെടുത്തപ്പോൾ 3 കപ്പ് അരിപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ സവാള എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴന്നു വരണം. കളറൊക്കെ നന്നായിട്ട് മാറി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയും സവാളയും എല്ലാം നന്നായിട്ട് യോജിച്ച് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമ്മളിപ്പോൾ പൊടിച്ചു വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച സവാളയുടെയും തേങ്ങയുടെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടാറിയ ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത അരിപ്പൊടിയും ക്യാരറ്റും സവാളയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ട് തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ പുട്ടുകുറ്റിയിൽ നിറച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നിരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റിയെടുക്കണം. ഇനി പുട്ടുകുടത്തിൽ നന്നായിട്ട് ആവി ഒന്ന് തുടങ്ങിയപ്പോൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. 7-8 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കുകയാണ്. മട്ടയരിയും സവാളയും ക്യാരറ്റൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉള്ളിപ്പുട്ടാണ്. നല്ല സോഫ്റ്റ് ആണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ബാക്കിയുള്ള 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 1 കപ്പ് മട്ടേരി എടുത്ത് പൊടിച്ചപ്പോൾ 3 കപ്പ് അരിപ്പൊടി കിട്ടിയിട്ടുണ്ട്. അതിൽ 1 കപ്പാണ് ഈ റെസിപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നെയ്യിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നേന്ത്രപ്പഴം ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. നേന്ത്രപ്പഴം ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്ത നേന്ത്രപ്പഴം ചൂടാറി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ച പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നേന്ത്രപ്പഴം മുറിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നമ്മൾ പുട്ടിനൊക്കെ നിറയ്ക്കുന്നത് പോലെ തന്നെ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച പൊടിയും ചേർത്ത് കൊടുത്ത് അവസാനം കുറച്ച് തേങ്ങയോടെ വെച്ച് കൊടുക്കുകയാണ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ പാത്രത്തിൽ നിറച്ച് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ ഒരു കുക്കറിന് മുകളിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. 6-7 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. മട്ടയരിയും നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്